വേണ്ടല്ലോ. സനത് വേണ്ടാതെ വന്നാൽ ഇങ്ങനെയാവും. ആർക്കും ഒന്നും പറയാം. മദ്യക്കച്ചവടക്കാരനും ഹദീസ് ഉണ്ടാക്കാം, അതുപോലെ പച്ചക്കറി കച്ചവടക്കാരനും ഹദീസ് ഉണ്ടാക്കാം, വഴിയെ പോണവരൊക്കെ ഹദീസ് ഉണ്ടാക്കാം. കാര്യം എന്താ? സനത് നോക്കണ്ട, നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും പറയാവുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് പറ്റൂല. അതുകൊണ്ടാണ് സനത് വേണം എന്ന് പറയുന്നത്. ഇവിടെ മുസ്ലിം ഉമ്മത്ത് ഏകോപിക്കുകയാണ്. ഇവിടെ ഒരു സംഘടനാ പക്ഷപാതിത്വത്തിന്റെ ആവശ്യമില്ല. ഇത് ദീനിന്റെ കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏകോപിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇത്തിഫാഖ്, ഇങ്ങനെ ഒരു ഏകോപനം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിന്റെ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതാകും, മുസ്ലിം ഉമ്മത്തിന്റെ ഭിന്നതകൾ ഇല്ലാതാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഅതസിമു ബിഹബിലില്ലാഹി ജമിഅ, അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തതഫറഖു, ഒരിക്കലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾക്കിടയിൽ ഫർഖത്തുകൾ ഉണ്ടാകരുത്, നിങ്ങൾ കക്ഷികളായി ഭിന്നിച്ചു പോകരുത് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ തത്വം ഇവിടെ നടക്കുകയാണ്. ഇതാണ് ഐക്യത്തിനുള്ള മാർഗം, ഇതാണ് ഒന്നിക്കുവാനുള്ള മാർഗം. മാത്രമല്ല, ഈ നിലപാടുകൾ നാം സ്വീകരിച്ചാൽ, ഈ നിലപാടുകളിൽ നാം ഏകോപിച്ചാൽ, ഇവിടെയുള്ള മുഴുവൻ സംഘടനകളും ഈ തത്വത്തിൽ ഒന്നിച്ചാൽ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമല്ലാത്തത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് അടിച്ചു പോകും, ക്യാൻസൽ ആയി പോകും. ഈ ഒരു തത്വത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചുകൊണ്ട് ഏതൊരു കാര്യവും തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് ഈ പറയപ്പെട്ട അല്ലെങ്കിൽ വന്നിട്ടുള്ള സനദുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്, കൃത്യമായ പരമ്പരയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്, നബിയിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പുള്ള നിലക്കുള്ള കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സമൂഹത്തിൽ മതമല്ലാത്തത് എന്തെങ്കിലും മതമായി വന്നിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ള പലതും മതമല്ലാത്തത് പലതും മതമായി കടന്നു വന്നിട്ടുണ്ട്. ഇസ്ലാമല്ലാത്തത് പലതും ഇസ്ലാമായി കടന്നു വന്നിട്ടുണ്ട്. ലോകത്തെ പൗരോഹിത്യം ഏത് കാലഘട്ടത്തിലും ചെയ്ത ഒരു കൃത്രിമം, അതെന്താ? പുരോഹിതന്മാർ ചെയ്തു വെച്ച കൃത്രിമം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അത് കഴിഞ്ഞു പോയ തലമുറകളിൽ യഹൂദ നസ്വറ സമൂഹങ്ങളിൽ അവർക്കിടയിലേക്ക് കടന്നു വന്ന നബിമാർ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ, മാറ്റിക്കൊണ്ടുപോകുവാൻ അവർക്കിടയിലെ പുരോഹിതന്മാർ ചെയ്ത പണി, സ്വന്തം കരങ്ങൾ കൊണ്ട് അവർ കിതാബുകൾ എഴുതി ഉണ്ടാക്കി. ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്കിടയിൽ സംഭവിച്ച അപജയമാണത്. അവർക്കിടയിലെ പണ്ഡിത പുരോഹിതന്മാർ സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് അവര് പറഞ്ഞു, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ള കിതാബാണ്, ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണ് എന്നവർ വാദിച്ചു. എന്തിനു വേണ്ടി അവരത് ചെയ്തത്? തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അവരപ്രകാരം പ്രവർത്തിച്ചത്. യഹൂദ നസ്വറാക്കൾ, അവർക്കിടയിലെ പണ്ഡിത പുരോഹിതന്മാർ അല്ലാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തെ മാറ്റിവെച്ച്, തൗറാത്ത് മാറ്റിവെച്ച്, ഇഞ്ചീൽ മാറ്റിവെച്ച് അവർക്കിടയിലെ പണ്ഡിത പുരോഹിതന്മാർ സ്വന്തം കരങ്ങൾ കൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥം, ഇതാണ് പരിശുദ്ധമായ ഗ്രന്ഥം, ഇതാണ് ദൈവികമായ ഗ്രന്ഥം എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുത്തത് തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സൂചിപ്പിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, അവർക്ക് നാശം, അവർക്ക് നാശം. ഏത് കാരണത്താൽ? അവർ സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയ കാരണത്താൽ, അല്ലാഹുവിന്റെ പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയ കാരണത്താൽ അവർക്ക് നാശം. അത് വിറ്റ് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇതിന് സമാനമായി പിന്നീട് മുസ്ലിം സമുദായത്തിലും സംഭവങ്ങൾ ഉണ്ടായി, ഇല്ലേ? ഇവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേദഗ്രന്ഥമായി അവതരിപ്പിച്ചതാണ്. അല്ലാഹു വേദഗ്രന്ഥമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ നിലനിൽക്കവേ തന്നെ നമ്മുടെ നാട്ടിലെ പണ്ഡിത പുരോഹിതന്മാർ കുറച്ച് പുസ്തകം എഴുതിയുണ്ടാക്കി. ഖാദി മുഹമ്മദ് മുഹീദ്ദീൻമാരെ എഴുതിയുണ്ടാക്കി, അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് എഴുതിയുണ്ടാക്കി, അതുപോലെ തന്നെ ബർസഞ്ചി മൗലിദ് എഴുതിയുണ്ടാക്കി, സബീന കിതാബുകൾ എഴുതി ഉണ്ടാക്കി. എന്നിട്ടോ ആളുകൾ അത് പാടാൻ തുടങ്ങി, അതിന് പോരിശ കൽപ്പിക്കാൻ തുടങ്ങി, അത് പവിത്രമായി കാണാൻ തുടങ്ങി. അള്ളാഹുവിന്റെ കിതാബ് മാറ്റിവെച്ചിട്ട് മനുഷ്യനിർമ്മിതമായ മനുഷ്യരെഴുതി ഉണ്ടാക്കിയ ഈ ഗ്രന്ഥങ്ങൾക്ക് പിന്നാലെ പാഞ്ഞു എന്ന് മാത്രമല്ല, നമുക്ക് തൊട്ടു മുമ്പുള്ള തലമുറയുടെ ദുരവസ്ഥ എന്തായിരുന്നു എന്നൊരു പണ്ഡിതൻ വിശദീകരിക്കുന്നുണ്ട്.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് എത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. കണ്ടോ, എത്ര സുന്ദരമായ കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്താ സുന്ദരായത്? പ്രസവവേദന എടുത്ത നമ്മുടെ ഉമ്മമാര് അവർ പ്രസവിക്കാൻ വേണ്ടി മാല ഓതുകയാണ് ചെയ്തത് എന്നാണ്. പക്ഷെ ഇപ്പോ ആരുണ്ടോ മാല ഓതിയിട്ട് പ്രസവിക്കാൻ? ഇല്ല, ഇപ്പോഴില്ല. അതിന് പരാതി പറയുന്ന ആളുകളുണ്ട്. ഉസ്താദുമാര് പരാതി പറയാണ്. എന്ത്? പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് അവര് പ്രസവ വേദന എടുത്താൽ നഫീസത്ത് മാല ഓതി പ്രസവിപ്പിച്ചിരുന്നു. കാരണം അതിൽ പറഞ്ഞത് എന്താ? ഏറെ മികന്തൊരുത്തിൽ இந்த സഹാബികൾ പേരിനെ ചൊല്ലുമിൽ കുറിമുടിയും മൂനം വെള്ള തന്നെ കുട്ടി വിറക്കലിൽ ശക്കില്ല എന്നോ എന്നുവെച്ചാ പ്രസവേദന എടുത്താൽ അപ്പോൾ ഈ പത്നികളുടെ പേരെങ്ങു പറഞ്ഞാൽ ഉടൻ സഡൻ പ്രസവമാണെന്നാണ്. ലാ ശക്ക ഫീഹി, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല, ഒരു സംശയമില്ല. അവിടെ പ്രസവം നടക്കുമെന്നാണ്. രോഗം വന്നാലുള്ള ചികിത്സ എന്താ? രോഗം വന്നാലുള്ള ചികിത്സ ഇതുപോലെ ഈ പാട്ടുകൾ, മാലപ്പാട്ടുകൾ പാടി നടക്കുക, അല്ലെങ്കിൽ മൗലിദുകൾ ഓതി നടക്കുക. ഇത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. ഇന്നും പല സ്ഥലത്തുണ്ട്. മുമ്പ് സാർവത്രികമായി ഉണ്ടായിരുന്നു. പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള മാലകളും മൗലിദുകളും നടന്നിരുന്ന. ഇത് ഓർത്തിട്ടൊരു മുസ്ലിം പറയുന്നത് എത്ര സുന്ദരമായ കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. കാര്യം അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ ആളില്ല, ഇത് പറയുന്ന മുസ്ലിമില്ല. കാര്യം എന്താ? ഇത് പറയുന്ന വ്യക്തി തന്നെ ഗൈനക്കോളജിസ്റ്റിന്റെ റൂമിന്റെ മുന്നിൽ ക്യൂവിന്റെ ഇടയിൽ ഒരു തലക്കെട്ട്. അതെന്താ ഉസ്താദ് ഇവിടെ? അത് ഡേറ്റ് ആയിട്ടുണ്ട്, 7ാം മാസത്തിൽ കാണാൻ വന്നതാണ്, ഡോക്ടറെ കാണാൻ വന്നതാണ്. അതെന്താ ഉസ്താദ്? ഉസ്താദ് ഇവിടെ എന്ന് ചോദിച്ചാൽ ഉസ്താദും പറയും പഴയ കാലമല്ലല്ലോ. പണ്ടുള്ള ആളുകൾക്ക് നല്ല ഈമാനാണ്, അവർക്ക് അതൊക്കെ മതി, ഈമാൻ ഉണ്ടായിരുന്ന. ഇപ്പോഴത് പോരാ. അല്ല, ഉസ്താദിന് ഇപ്പൊ ഈമാൻ കുറവാണെന്ന് വെച്ചാല് എനിക്ക് ഈമാൻ കുറഞ്ഞിട്ടല്ല, ഓക്കിച്ചിരി ഈമാൻ കുറവാണ്. അവിടെയും പരിഹാരം പറയും അല്ലേ? അവ ഏതായിരുന്നാലും ഇപ്പോ അത് പറയുന്ന ഒരു വ്യക്തിയെ പോലെ ഇല്ല, സമൂഹത്തിൽ കിട്ടാനില്ല. സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രവർത്തനം നടന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എനിക്ക് ചെയ്താൽ കൂലി കിട്ടുമെങ്കിൽ ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്താൽ കൂലി കിട്ടുമെങ്കിൽ നമ്മൾ ചെയ്യണം. ഇത് ദീനുൽ ഇസ്ലാമിൽ ഉള്ളതാണോ എങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യണം, ഒരു സംശയമില്ല. ഇങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കണം, ഇല്ലെങ്കിലോ തള്ളിക്കളയണം. ഇത് ഇസ്ലാമിലുണ്ടോ ഇല്ലേ എങ്ങനെ തീരുമാനിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ? സഹാബത്ത് ചെയ്തോ? താബിഈകൾ ചെയ്തോ? തബഉ താബിഈങ്ങൾ ചെയ്തോ? ആ വഴി കിട്ടിയതാണോ എങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഇതിന് സനദുണ്ടോ, പരമ്പരയുണ്ടോ, നമുക്ക് സ്വീകരിക്കാം, ഒരു തർക്കമില്ല. ഇതിന് പരമ്പരയുണ്ടെങ്കിൽ, സനദുണ്ടെങ്കിൽ പിന്നെ ഒരു മുജാഹിദ് തർക്കിക്കൂല, പിന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തർക്കിക്കാൻ പാടില്ല, പിന്നെ ഒരു സമസ്തക്കാരൻ തർക്കിക്കാൻ പാടില്ല. ഇവിടെ മുസ്ലിം സമൂഹം ഏകോപിക്കാണ്, അക്കാര്യം ചെയ്യും. സനദില്ലേ, തള്ളിക്കളയും. പക്ഷേ ഇതിന് സനദ് നോക്കിയാലോ, ഈ കാര്യത്തിന് സനദ് നോക്കിയാലോ, അല്ലെങ്കിൽ ഇതിന് സനദുണ്ടോ എന്ന് പരിശോധിച്ചാലോ, അവിടെ ഇസ്ലാമിൽ സനദില്ലാത്തതാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ അത് വർജിക്കണം. അവിടെ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ സമസ്തക്കാരനാണ്, ഞാനത് തള്ളൂരാന്ന് പറയാൻ പറ്റൂല, ഞാനത് സ്വീകരിക്കേണ്ട ഉപ്പാപ്പ ചെയ്താണെന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല. ഇതിന് സനദില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് മാറ്റിവെക്കണം. കാരണം റസൂലുള്ളാഹിയിൽ നിന്ന് അത് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ഈ നിലപാട് സ്വീകരിക്കണം. ആ നിലപാട് സ്വീകരിച്ചാലോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബോധ്യപ്പെടും, ഇല്ല, ഇതിനൊരിക്കലും സനദ് ഉദ്ധരിക്കാൻ കഴിയില്ല, പരമ്പര ഉദ്ധരിക്കാൻ കഴിയില്ല. സനദ് പരിശോധിക്കുന്നൊരവസ്ഥയിലേക്ക്, പരമ്പര പരിശോധിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം എത്തിയാൽ
എന്റെ ആചാരങ്ങൾക്ക്, എന്റെ അനുഷ്ഠാനങ്ങൾക്ക്, എന്റെ കർമ്മങ്ങൾക്ക്, അതുപോലെ തന്നെ എന്റെ വിശ്വാസങ്ങൾക്ക് ഇസ്നാദുകൾ പരിശോധിക്കുന്ന, പരമ്പരകൾ പരിശോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിയാൽ ഇസ്ലാമിൽ ഇല്ലാത്തത് മുഴുവൻ അടിച്ചു പോകും. വെറുതെ പറഞ്ഞല്ല, അക്കൂട്ടത്തിൽ ഇത് പുറത്തു പോകും. ഞാൻ എന്റെ വാക്ക് പറയല്ല, നേരെ മറിച്ച് നേരത്തെ സനത് പരിശോധിക്കണം. ഒരു കാര്യം സ്ഥിരപ്പെടുത്തണമെങ്കിൽ സനത് വേണം. സനത് നോക്കാത്ത അവസ്ഥ വന്നാൽ മത്തിക്കച്ചവടക്കാരന് വരെ ഹദീസ് ഉണ്ടാക്കാവുന്ന അവസ്ഥ വരും എന്ന് വിശദീകരിക്കാറുള്ള ആളുകൾക്ക് തന്നെ അത് സമ്മതിക്കേണ്ടി വന്നു. കേട്ടോളൂ. ഇനി സുഹൃത്തുക്കളെ, കിതാബും കൊണ്ടുവാ, കിതാബും കൊണ്ടുവാ, എന്നിട്ട് പറയാൻ മതി. മങ്കൂസ് മൗലിദ് തള്ളിയതെന്താ? ഖാല അലി ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقهاء وأعمل مولدا للنبي صلى الله عليه وسلم. മുജാഹിദീങ്ങൾ എന്ത് പറഞ്ഞു? അതിന് സഹീഹായ സനദില്ല എന്ന് തള്ളി മങ്കൂസ് മൗലിദ്. നിങ്ങളിപ്പോ പറയുന്നത് സഹീഹായ സനദില്ലേ, തള്ളണം. മങ്കൂസിന് തള്ളാനുള്ള ഏർപ്പാടാ, തുടക്കാണിത്. കണ്ടോ? സനദില്ലേ തള്ളണം, സനദില്ലാത്ത തള്ളണം എന്ന നിലപാടിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ആ നിലപാട് നിങ്ങൾ എത്തിയാൽ മങ്കൂസ് മൗലിദ് തള്ളിപ്പോകും. കാരണം എന്താ? സനദില്ല. അപ്പൊ മങ്കൂസ് മൗലിദ് തള്ളാനുള്ള പുറപ്പാടാണ് നിങ്ങൾ എന്നാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയതിന് സനദില്ല, സനദില്ല. പിന്നെന്തിനാ പാടുക? പിന്നെങ്ങനെയാ പാടുക? പിന്നെങ്ങനെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കുക? ഇതിന് സനദില്ല. ഇദ്ദേഹം തന്നെ നേരത്തെ പ്രസംഗിച്ച പ്രസംഗം നമ്മൾ കേട്ടു. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല അതിൽ. എന്ത്? ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ സനദ് വേണം. നമസ്കാരം 5 വഖത്താണെന്ന് സ്ഥിരപ്പെടണമെങ്കിൽ സനദ് വേണം. കാരണം സനദുള്ള ഹദീസ് കൊണ്ടാണ് അത് സ്ഥിരപ്പെടുത്തപ്പെട്ടത്. അതുപോലെ 3 വഖത്താണെന്നത് എന്ന് ശേഖരൂർ പറഞ്ഞപ്പോൾ അതിന് സനദില്ല, അതുകൊണ്ടാണ് തള്ളിയത്. അദ്ദേഹം തന്നെ കാര്യത്തോടെടുത്തപ്പോഴോ മാറി. ഇതാ കപടമുഖം എന്ന് പറയുന്നത്. പൗരോഹിത്യത്തിന്റെ കപടമുഖം എന്ന് പറയുന്നത് ഇവിടെയാണ്. പുരോഹിതന്മാർക്ക് ഇതിന് സനദില്ല. പൊതുജനത്തിന് ഇത് ബോധ്യപ്പെട്ടാൽ പൊതുജനം തള്ളും. ഇതിന് പരമ്പരയില്ല എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടാൽ പൊതുജനം തള്ളും. ഇത് നബി ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുമ്പോൾ മുഅ്മിനീങ്ങൾ തള്ളും. അപ്പോഴും ഇവർക്ക് പ്രശ്നമാണ്. ഇവർക്ക് പ്രശ്നമാണ്. ആർക്ക്? പൊതുജനത്തിനല്ല, പുരോഹിതന്മാർക്ക് പ്രശ്നം. അതുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടോളൂ. റാത്തീബ് ചെല്ലുന്ന പരിപാടി ഉണ്ടോ മോനെ? ഇവിടൊക്കെ ആരാ ഉറങ്ങണേ? ഇവിടൊക്കെ ഉറങ്ങല്ലേ. റാത്തീബ് ചെല്ലുന്ന പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിർത്തി, സുന്നിയാൾ തന്നെ നിർത്തി. കാരണം റാത്തീബൊക്കെ ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലിനെ പേടിച്ച് ഇല്ലം തൊടുന്ന പോലെ വന്നഞ്ഞ് വേണ്ട, യാസീൻ ഓതിയാൽ മതി. ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ റാത്തീബ് ഒന്നും ഓതണ്ട, യാസീൻ ഓതിയാൽ മതി അല്ലേ? ഇപ്പൊ റാത്തീബുകൾ ശരിക്കും നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം. കേരളത്തില് ഒട്ടുമിക്ക സ്ഥലത്ത് ചെല്ലുമ്പോഴും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ ഇടയിൽ തന്നെ റാത്തീബുകളും മൗലൂദുകളും മൺമറഞ്ഞു പോകുന്നു. മാലകളും ഹദ്ദാദുകളും ഇല്ലായ്മയാകുന്നു. മുസ്ലിങ്ങളുടെ ആരാധനാ സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നു. റാത്തീബ് നിർത്തിയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. റാത്തീബുകളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടണം. കണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്താ? റാത്തീബ് നിർത്തിയതാണ്. ഇതെങ്ങനെ നിർത്തിയത്? നിന്നുപോയതാണ്. കാര്യം ഇത് ഇസ്ലാമിലുള്ളതല്ലാതെ ബോധ്യപ്പെട്ട പിന്നെ നിർത്തലല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റും. അത് നിർത്തലാ വേണ്ടത്. കള്ളു കുടിക്കൽ അത് ഹറാമാണെന്ന് മനസ്സിലാക്കി പിന്നെ കുടിക്കാതിരിക്കണം. അത് പാടില്ല, നിർത്തണം. ഇത് ഇസ്ലാമിലില്ല, ഇസ്ലാം പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ അതിന് സനദില്ല, പരമ്പരയില്ല, ഇത് നബി പറഞ്ഞില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിർത്തണം. ഇത് ഒരു പുരോഹിതന്റെ വ്യൂവിൽ, അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ പറയുന്നത് ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച അപകടം എന്താണ്? റാത്തീബ് നിർത്തിയതാണ്. അതുകൊണ്ട് അതൊക്കെ പുനഃസ്ഥാപിക്കണം എന്നാ പറയുന്നത്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞുവല്ലോ, എന്ത് സ്വീകരിക്കാനും മുസ്ലിം ഉമ്മത്തിന് ഒരു പ്രയാസമില്ല, മുഅ്മിനീങ്ങൾക്കൊരു പ്രയാസമില്ല. പക്ഷേ അത് അല്ലാഹ് പറഞ്ഞതാകണം, റസൂലുള്ളാഹി പഠിപ്പിച്ചതാകണം. അത് ഉറപ്പിച്ചു തന്നാൽ മുസ്ലിങ്ങൾ സ്വീകരിക്കും. അല്ലാഹ് പറഞ്ഞതല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല, പിന്നെ ഒരു ഹോജ പറഞ്ഞതാണ്, അത് മുസ്ലിങ്ങൾക്ക് വേണ്ട. അല്ലാഹ് പറയാത്തത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത്, സ്വഹാബത്ത് ആചരിക്കാത്തത് അത് വേണ്ട, അത് മുസ്ലിങ്ങൾ സ്വീകരിക്കും. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ വ്യക്തമായി നമ്മൾ അറിയണം, നമുക്ക് സ്വീകരിക്കാനുള്ള മാർഗം, ഈ തത്വങ്ങൾ സ്വീകരിക്കാനുള്ള മാർഗം ഔദ്യോഗികമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന്. ഇസ്ലാമിന്റെ ഒരു കാര്യം സ്ഥിരപ്പെടുന്നത് ഞാൻ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്റെ തീരുമാനം ഇസ്ലാമായി പറയാൻ എനിക്ക് അവകാശമില്ല. ഞാൻ എത്ര പഠിച്ചറിഞ്ഞ പണ്ഡിതനാണെങ്കിലും എന്റെ അഭിപ്രായം മതമായി പറയാൻ എനിക്ക് അവകാശമില്ല. ലോകത്ത് വന്ന ഒരു നബി പോലും തന്റെ സ്വന്തം അഭിപ്രായം മതമായി പറഞ്ഞിട്ടില്ല. സ്വന്തം ഇഷ്ടം മതമായി ഈ സമൂഹത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് മാത്രമേ
അള്ളാഹു വഹയായി നൽകിയത് മാത്രമേ മതമായി പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മതം അത് അല്ലാഹു പറഞ്ഞാകണം, റസൂൽ പറഞ്ഞാകണം എന്ന നിലപാട് അത് ഉറച്ച നിലപാടായിരിക്കണം. മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കേണ്ട ഉറച്ച നിലപാട്, മുസ്ലിം ഉമ്മത്ത് സ്വീകരിക്കേണ്ട ഉറച്ച നിലപാട്. ഒരു വാചകം റസൂൽ പറഞ്ഞതാണ് ഉറപ്പിക്കണം, നബി പറഞ്ഞതാണ് ഒന്ന് ഉറപ്പിക്കണം, സനദ് പരിശോധിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ പറഞ്ഞത് അൽ ഇസ്നാദു സിലാഹുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധമാണ് സനദ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് സനദ്. ഫൈദാ ലം യകുൻ മഅഹു സിലാഹ് ഫബിഅയ്യി ശൈഇൻ യുഖാതിൽ. ഒരു മനുഷ്യന്റെ കയ്യിൽ ആയുധമില്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? ഒരു മുഅ്മിനിന്റെ കയ്യിൽ ആയുധമില്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? ഒരു മുഅ്മിൻ സർവ അന്ധവിശ്വാസങ്ങളോടും അവിശ്വാസങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഒരു മുഅ്മിൻ എല്ലാത്തിലും കയറി ഇടപെടണമെന്നല്ല, അവിയലല്ല, സാമ്പാറല്ല, അതും ശരി ഇതും ശരി, പ്രശ്നം ഉണ്ടാക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്യുക, അത് കുഴപ്പമില്ല, നമുക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒന്ന് ചെയ്താൽ മതി, അങ്ങനെ ഒരു നിലപാട്. അല്ലെങ്കിൽ അവിടെ ആ വിഷയത്തിൽ മാത്രം അഭിപ്രായം, ആർക്ക് വോട്ട് ചെയ്യണമെന്ന വിഷയത്തിൽ മാത്രം അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കുഴപ്പമൊന്നുമില്ല. മതത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആകാം, ആ നിലപാടിന് മുസ്ലിമിനില്ല. നേരെ മറിച്ചൊരു മുഅ്മിനായ മനുഷ്യൻ അവൻ സർവ്വ അവിശ്വാസങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, അന്ധവിശ്വാസങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അവൻ അള്ളാഹുവിന്റെ വിരുദ്ധമായ കാര്യങ്ങളെ എതിർത്തുകൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളെ എതിർത്തുകൊണ്ടിരിക്കും. എങ്കിൽ ആ രംഗത്തൊരു മുസ്ലിമിന്റെ കയ്യിലുള്ള ആയുധം സനദാണ്, പരമ്പരയാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ ആ ആയുധമില്ലെങ്കിൽ അവൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക എന്ന് മഹാനായ സുഫിയാൻ സൂരി റഹിമഹുല്ലാഹ് ചോദിച്ചത് കാണാം അന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ പുരോഹിതന്മാർക്ക് വലിയ പ്രയാസമായി. ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ കേൾപ്പിച്ചല്ലോ, ഒരഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെയാണ് പുരോഹിതന്മാരുടെ കപടമുഖം രംഗത്ത് വന്നത്. അതെന്താ ഏതൊരു കാര്യത്തിനും സനദ് നോക്കണം, പരമ്പര നോക്കണമെന്ന് പ്രസംഗിച്ച ആളുകൾ തന്നെ ഇങ്ങനെ സനദ് നോക്കി കഴിഞ്ഞാൽ പിന്നീട് മതത്തെ അല്ലാത്ത സമൂഹത്തിൽ നടപ്പുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി പോകും, മുസ്ലിം സമൂഹം അതിനെ വലിച്ചെറിയുമെന്ന് കണ്ടപ്പോൾ അവരടവ് മാറ്റി പുതിയ കഥയുണ്ടാക്കി. എന്താ കഥ? സനദ് നോക്കാൻ പറ്റൂല, വെള്ളപ്പാണ്ട് വരും. സനദ് നോക്കിയാൽ വെള്ളപ്പാണ്ട് വരും എന്നാണ് നിങ്ങൾ വിവരം കേട്ടിട്ടുണ്ടാവൂല, പക്ഷെ കേട്ടോളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ ഇബ്നുൽ ഹാജ് തങ്ങൾ ഒരു ദിവസം കണ്ടു ഒരു ഹദീസ്. എന്താണ് ഹദീസ്? ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല, അല്ലേ? എങ്ങനല്ലേ? ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല. ആ ഹദീസ് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവര് ചിന്തിച്ചു, നഖം മുറിക്കാനായിട്ടില്ലേ? നീണ്ടിട്ടുണ്ടല്ലോ നഖം, സുന്നത്തല്ലേ നഖം മുറിക്കല്? ബഹുമാനപ്പെട്ടവർ നോക്കി ഈ ഹദീസിന്റെ പരമ്പര എങ്ങനെ? ഹദീസ് സഹീഹായാലും എടുത്തുകൂടാന്നല്ലേ നേരത്തെ ഒരു ജാഹില് പറഞ്ഞത്? സുഹൃത്തുക്കളെ, സനദൊന്ന് പരിശോധിച്ചു. സനദ് പരിശോധിക്കാൻ അറിയുന്ന മഹാപണ്ഡിതനാണ് ഇബ്നുൽ ഹാജ് തങ്ങൾ, അല്ലാതെ സനദും മിന്നിയനാന്ന് വായിക്കുന്ന ആളല്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ സനദൊന്ന് പരിശോധിച്ചപ്പോ ആ സനദ് സഹീഹല്ല, ദുർബലമായ സനദാണ്. മഹാനവറുകൾ വിചാരിച്ചു സനദ് സഹീഹല്ലല്ലോ. അങ്ങനെ മഹാനവറുകൾ നഖം മുറിക്കാൻ തയ്യാറായി. ബുധനാഴ്ച നഖം മുറിച്ചു. സുബ്ഹാനല്ലാഹ്, അക്കാരണത്താൽ ശരീരം മുഴുക്കെ വെള്ളപ്പാണ്ട് രോഗം പിടിച്ചുപോയി. കാര്യം എന്താ? സനദ് നോക്കിയ കാരണത്താൽ വെള്ളപ്പാണ്ട് പിടിച്ചുപോയി. അങ്ങനെ ഒരാൾ സനദ് നോക്കിയാൽ വെള്ളപ്പാണ്ട് പിടിക്കുമെങ്കിൽ, ഒരാൾ ഒരു ഹദീസിന്റെ പരമ്പര നോക്കിയിട്ട് അയാൾക്ക് വെള്ളപ്പാണ്ട് വരുമെങ്കിൽ ഏറ്റവും അധികം വലിയ വെള്ളപ്പാണ്ടിന്റെ ഉടമ ഇമാം ബുഖാരിയാകണം. കാരണം ഏറ്റവും ശക്തമായിട്ട് ഹദീസിന്റെ സനദ് നോക്കിയത് അദ്ദേഹമാണ്. പിന്നെ അടുത്ത വെള്ളപ്പാണ്ടുകാരനാരാ? മുസ്ലിം ആകണം, അല്ലേ? ലോകത്ത് ഇസ്ലാമിക ലോകത്ത് ആരെങ്കിലും പറഞ്ഞോ സനദ് നോക്കിയ വെള്ളപ്പാണ്ട് വരും? എന്തിനായി ഭയപ്പെടുത്തൽ? എന്തിനായി ഭീഷണി? എന്തിനാണ് ഈ ഭീഷണി? സനദ് നോക്കാൻ പാടില്ല, സനദ് നോക്കിയാൽ വെള്ളപ്പാണ്ട് വരുന്നതാണ്. ഏത് കച്ചറയും സ്വീകരിക്കണം എന്നാണ്. ആർക്കൊന്നും പറയാ, റസൂലുള്ള പറയാത്തൊരാൾക്ക് പറയാ സനദ് ചോദിച്ചാൽ വെള്ളപ്പാണ്ട് വരും. ഇയാളെ നേരത്തെ പ്രസംഗിച്ചത് ഇതേത് അവസ്ഥ? ഇതാണ് കപടമുഖം എന്ന് പറയുന്നത്.
ഇതാണ് പൗരോഹിത്യത്തിന്റെ കാപട്യം എന്ന് പറയുന്നത്. സരത് നോക്കാൻ പാടില്ല, വെള്ളപ്പാണ്ട് വരും. എന്തിനാ അങ്ങനെ ഒരു തിയറി, എന്തിനാ അങ്ങനെ തത്വം സ്വീകരിച്ചത്? എന്തിനാണ്? നന്നാക്കാനാണോ കേടാക്കാനാണോ? കേടാക്കാനാ, മോശമാക്കാനാ. കാരണം സരത് നോക്കാത്ത അവസ്ഥ വന്നാൽ ആർക്കും എന്തും പറയാം. അതാണ് ആവശ്യം. ആർക്കും എന്തും പറയാം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ മതപരിവേഷം അണിഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തും പറയാവുന്ന അവസ്ഥ. സത്യത്തിന്റെ അംശം പോലും അതിൽ വേണ്ട. സത്യത്തിന്റെ അംശം പോലും അതിൽ വേണ്ട. പച്ച നുണകൾ വരെ വെച്ച് കാച്ചാൻ ഒരു മടി ഉണ്ടാവില്ല. അതാണ് ഈ പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ പുരോഹിത വർഗത്തിന്റെ പ്രത്യേകത. ഇതൊരു ആരോപണം പറയല്ല, ആരെങ്കിലും ആക്ഷേപിക്കാൻ പറയല്ല. ഇത് നമ്മൾ പറഞ്ഞിട്ട് ആക്ഷേപിച്ചതാരും പരാതിയും പറയേണ്ട, നേരിട്ട് തന്നെ കേട്ടോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ, 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയൊന്നുമല്ല. 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെള്ളമാന്നാ വിചാരിച്ചു. എന്റെ ഒപ്പം ഒരു 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കണ ധാരണന്ന്. നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോണ്ട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിന് കടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകയുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വെച്ചു. നിരത്തിയൊന്നും വായിച്ചപ്പേന്ന് കരുതരുത്. ഞങ്ങളിങ്ങനെ വായിച്ചപ്പായിട്ട് ഒന്നും ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നു ആരും കരുതണ്ട. വായിച്ചപ്പായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ആരും കരുതണ്ട. ഞാനെന്ന് ഈ മഹാൻ തന്നെ ഒരു രാത്രിയിൽ ഒരു കുപ്പി കഷ്ണം കൊണ്ട് 50 പേരെ നേരിട്ട ആളാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം പോലും. നമ്മൾ വിശ്വസിക്കണം പോലും. വിശ്വസിച്ചാൽ എത്ര ചോദ്യം നേരിടേണ്ടി വരും എന്നറിയോ? അത് ശരിയാണെന്ന് വിചാരിച്ചാല് ചിലപ്പോൾ നമ്മളൊക്കെ വാത് കഴിഞ്ഞ് വീട്ടിൽ പോണ സമയം രാത്രി 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോഴായിരിക്കും വീട്ടിൽ പോവാം. നമ്മൾ കുപ്പി കഷ്ണം കൊണ്ടല്ല നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കുപ്പിക്കട്ട ആരെങ്കിലും പേടിച്ചാൽ തന്നെ നടക്കോ? നാട്ടിൽ പ്രശ്നമുണ്ട്, കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട് എന്ന് വന്നാൽ തന്നെ കുപ്പിക്കട്ട ഇടിപ്പിച്ച് നടക്കോ? നമ്മളെങ്ങനെ പഠിച്ചിട്ടില്ല. ഇദ്ദേഹം രാത്രി 1 മണിക്ക് പോയാൽ തന്നെ ഇടുപ്പിൽ കുപ്പിക്കട്ടണം. കുപ്പിയാണ്. തെറ്റിദ്ധരിക്കണ്ട, കുപ്പി എന്ന് പറഞ്ഞാൽ അരിഷ്ടത്തിന്റെ കുപ്പിയാണ്. അപ്പൊ ഈ അരിഷ്ടത്തിന്റെ കുപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട. ഈ അരിഷ്ടത്തിന്റെ കുപ്പി എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട. അത് നടുപൊളിച്ചാണ്. ഒരു കുപ്പിയുടെ നടുപൊളിക്കൽ എങ്ങനെ? ഇനി ആ പൊളിച്ചു കറാമത്ത് വഴി സംഭവിച്ചതൊരു സങ്കല്പിക്കുക. അങ്ങനെ കറാമത്ത് വഴി പൊളിച്ചാൽ അതിന് ഇടുപ്പിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ തുണി കീറും അല്ലെങ്കിൽ തൊലി കീറും. നടുപൊളിച്ച് കുപ്പി ഇടുപ്പിൽ വെച്ച് നടന്നാൽ. ഇനി അങ്ങനെ നടന്ന ഒരാൾ സാഹസികമായി സർക്കസ് വഴി അങ്ങനെ നടന്നു തന്നെ വിചാരിക്കും. എങ്കിൽ ആ കുപ്പി ഇങ്ങനെ എറിഞ്ഞാൽ, കുപ്പി എറിഞ്ഞാൽ ചിരി ചിരിന്ന് കേൾക്കും. പക്ഷെ ഒരു കുപ്പി കണ്ട എറിഞ്ഞാൽ ചിരി ചിരിന്ന് കേൾക്കുമോ? 50 ആളുകളെ ഞെട്ടിക്കാൻ പറ്റുമോ? ഇതെന്താ പൂജാരി രാത്രി കുപ്പി കഷ്ണം കളിക്കണത്? ഇതല്ലേ ചോദിക്കുള്ളൂ. ഈ കുപ്പിയുടെ കഷ്ണം എറിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ 50 ആളുകൾ മണ്ടീന്നാണ്, പേടിച്ചോടിയെന്ന. എന്നിട്ടും അയാളുടെ സാഹസികത അവസാനിച്ചില്ല. അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ കൂടെ സാധുക്കള് പാർട്ടിയുടെ കൊടി കെട്ടിക്കൊണ്ടിരിക്കാൻ അവിടെ ചെന്നൊരു വെടിയുടെ പൊട്ടിച്ചു. ഈ ജാതി വെടിപൊട്ടിക്കുന്ന ആൾക്കാർ അവിടെ പോയി വെടിപൊട്ടിക്കാൻ പ്രയാസമുണ്ടോ? അപ്പുറത്തെ എന്തെടുത്തിരിക്കുന്നു, നിങ്ങളുടെ കൊടിയൊക്കെ വലിച്ച് വേഗം ചെല്ലുന്നു പറഞ്ഞു. എന്റെ ഈ സാധുക്കള് കൊടി കെട്ടിക്കൊടുത്തിട്ട് അവൾ കൊടി ഇട്ടിട്ട് ഓടിച്ചെന്ന് അടിച്ചു എന്നാണ്. അത് ശരിയാണെന്ന് വന്നാൽ തന്നെ എത്ര ചോദ്യമുണ്ട്. പക്ഷെ കഥയിൽ ചോദ്യമുണ്ടോ? ഒരു ചോദ്യമില്ല. ഈ രൂപത്തിൽ പച്ച നുണ പറയുന്ന മനുഷ്യർ, ഇവര് പറയുന്നത് മുഴുവൻ മതമായി ഈ സമൂഹം സ്വീകരിക്കുന്ന അവസ്ഥ വന്നാൽ, അതിന് പരമ്പര ചോദിച്ചാൽ വെള്ളപ്പാണ്ട് ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിരിച്ചിരപ്പെട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ ദുരന്തം നമ്മൾ മനസ്സിലാക്കണം. ഇത് അയാളുടെ വ്യക്തിപരമായ കാര്യം, നമുക്ക് അങ്ങനെ സമാധാനിക്കും. പക്ഷെ ഇത് മതരംഗത്തേക്ക് വന്നാലോ, എന്റെയും നിങ്ങളുടെയും ആദർശത്തിലേക്ക് വന്നാലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയ ഈ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ,
ഈ അഖീദയിലേക്ക് കടന്നു വന്നാലോ, നമ്മുടെ അഅ്മാലിലേക്ക് കടന്നു വന്നാലോ അവിടെയാണ് ദുരന്തം ഏറ്റവും വലിയ ശക്തമായ രൂപത്തിൽ നമ്മെ ബാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിത് വെറുതെ പറയല്ല. ഈ ജാതി നുണ പറയുന്ന ആളുകൾ മതരംഗത്താണ് പിന്നെ അവരുടെ കളി. മതരംഗത്ത് പിന്നെ അവർ കളവ് പറയാൻ മടിക്കുന്നില്ല. എത്രത്തോളം ഒരു മുസ്ലിം പ്രസംഗിക്കാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ കേട്ടോ. ബഹുമാനപ്പെട്ട മടവൂരിന്റെ ജനാസ AP ഉസ്താദ് അടങ്ങുന്നവരാണ് കൊണ്ടുപോകുന്നത്. വഫാത്താകുമ്പോൾ അവിടുത്തെ മുരീദന്മാരൊക്കെ ആ നാട്ടിലുണ്ട്. ഞാൻ മടവൂരിന്റെ ചെറിയൊരു മുഹിബ്ബാണ്. ഈ ഉള്ളവൻ പലപ്പോഴായി ജീവിതകാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. വഫാത്താകുമ്പോൾ ഞാനുമുണ്ട് ഷെയ്ഖിന്റെ പള്ളിയിൽ. ആ വെള്ളിയാഴ്ചയിൽ പലരുടെയും ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞത്, എന്നോടൊരു സുഹൃത്ത് ഞാൻ മടവൂരിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വഫാത്താകുന്നത് ഏകദേശം 4:30 മണിക്ക് സുബഹിക്കാണ്. ആ ടൈമിൽ മഹാനായ മടവൂരിന്റെ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്. കേട്ടവർക്ക് അതിനോട് തുല്യമായ ശബ്ദം പറയാൻ കഴിയില്ല. മടവൂര് ചെവിയിൽ സംസാരിക്കുന്നു, പെട്ടെന്ന് ശുദ്ധി ചെയ്ത് പെട്ടെന്ന് വരിക. മടവൂരില്ല, ചെവിയിൽ സംസാരിക്കുകയാണ്. ഇത് ഒരാൾക്കല്ല അനുഭവം. എന്നോടിത് പറഞ്ഞവർ 3 ചെറുപ്പക്കാർ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ അന്ന് അനുഭവിച്ചു. ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കുളിക്കാൻ വേണ്ടി കിണറിന്റെ അരികിലേക്ക് പോകുമ്പോൾ എൻ്റെ ചെവിയിൽ മടവൂര് വിളിച്ചു പറയുന്നു, കുളിച്ച് ശുദ്ധിയായി പെട്ടെന്ന് വരിക, പെട്ടെന്ന് വരിക. ഇന്നിങ്ങനെ പലരുടെ ചെവിയിലും സംസാരിച്ചു. ആ ടൈമിൽ മടവൂര് വഫാത്താവുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ മദദ് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ആമയും പറയാൻ പറ്റുന്ന വാചകല്ല, ഏതായാലും അത് ആവശ്യമാണ്, നന്നാകൽ ആവശ്യമാണ്. പക്ഷെ ആ വാചകത്തിന് ആമയും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ മനസ്സിലാക്കേണ്ടത്? ചെവിയിൽ പറയാണ് എന്നാണ്. മടവൂര് മരിക്കാൻ പോവാണ്. മുരീദന്മാരുടെ ചെവിയിൽ പറയാണ്, സഡൻ വേഗം കുളിച്ച് വൃത്തിയായി വരൂക, വേഗം വരൂക, വഫാത്താകുക. ഇത് അംഗീകരിക്കാം. ഇത് അള്ളാന്റെ റസൂലിന് സാധിച്ചിരുന്നെങ്കിൽ. ലോകത്ത് മരിച്ചത് CM മടവൂര് മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ അവിടെ ഇല്ല, സ്ഥലത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ ചെവിയിൽ പറഞ്ഞില്ല, എന്റെ ഖലീലായി ദുനിയാവിലും ആഖിറത്തിലും ഞാൻ തിരഞ്ഞെടുക്കും എന്ന് റസൂൽ പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞില്ല, അബൂബക്കറെ ഞാൻ മരിക്കാനായി എന്റെ കളിത്തോഴനായ കളിക്കൂട്ടുകാരനായ അങ്ങ് വരൂ, എന്റെ അമ്മോശനായ അങ്ങ് വരൂ, എന്നോടൊപ്പം ഹിജ്റ പോയ അങ്ങ് വരൂ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവിയിൽ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകനോടൊപ്പം ജീവിതം നയിച്ച് പ്രവാചകനോടൊപ്പം കഴിച്ചുകൂട്ടി പ്രവാചകരുമായി മാനസിക ബന്ധം സ്ഥാപിച്ച മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മരിച്ച വിവരം ഓടി വന്ന് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി വാൾ ഊരിയിട്ടാ പറഞ്ഞത്, മുഹമ്മദ് നബി മരിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാനെടുക്കും എന്ന് ഊരിപ്പിടിച്ച വാളുമായി ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അരിശപ്പുണ്ട് ആ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പള്ളിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തളങ്ങളിൽ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഉമറെ അടങ്ങ്, ഞാൻ മരിച്ചിട്ടുണ്ട്, ഉമറെ ഞാൻ മരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരം അറിഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പുതപ്പിച്ച തുണി അത് റസൂലുള്ളാഹിയുടെ മുഖത്ത് നിന്ന് മാറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് അവിടുന്ന് തലയുയർത്തി വിളിച്ചു പറഞ്ഞു, യാ നബി അല്ലാഹ് ബിഅബി അമ്മ ഉമ്മി യാ നബി അല്ലാഹ് ലാ യർഹമുല്ലാഹു അലൈക മൗതതൈൻ അമ്മൽ മൗതതു അല്ലതി കുതിബത അലൈക ഫഖദ് മുൻതഹാ. ഓ നബിയേ, അല്ലാഹു താങ്കൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല. താങ്കൾക്ക് അല്ലാഹു വിധിച്ച മരണം അതിതാ സംഭവിച്ചിരിക്കുകയാണ്. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങക്ക് പ്രായശ്ചിത്തമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഇജ്ലിസ് യാ ഉമർ, ഇരിക്ക്, അടങ്ങൂ ഉമറേ, അടങ്ങൂ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറിയപ്പോ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ചെന്നു. വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കൊടുത്തു. എന്താണ് അത്? എന്താണ് മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കൊടുത്തു. ആളുകൾ കേട്ടു, അവര് മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ലാത്ത ഈ പ്രത്യേകത മടവൂരുണ്ട് എന്നാ പറയുന്നത്. ഈ ചെവിയിൽ ചെന്നിങ്ങനെ പറഞ്ഞു, എല്ലാവരും ചെവിയിൽ, മുരീദന്മാരുടെ ചെവിയിൽ, ഞാൻ വേഗം വാ, കുളിച്ചു വരൂ, ഞാൻ മരിക്കാൻ പോവാണ്. ഇതുകൊണ്ട് അവസാനിച്ചു? അതുകൊണ്ട് അവസാനിക്കണില്ല. നേരെ മറിച്ച് ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് എല്ലാവരും വിവരമൊക്കെ അറിയിച്ച് മൂപ്പര് മരിച്ചു. മരിച്ചതിന് ശേഷം പോവാണ്. എങ്ങോട്ടാ പോണ കേട്ടോളൂ. അപ്പോ മടവൂരിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസ് ഇല്ല, കിട്ടാനില്ല. ഉസ്താദൊക്കെ ബന്ധപ്പെട്ട് മറ്റൊരു വണ്ടി തയ്യാറാക്കി വൃത്തിയാക്കി അതിന്റെ പിന്നിൽ വെച്ച് വണ്ടി കൊണ്ടുപോയി മർക്കസിന്റെ ആ കവാടത്തിന്റെ അടുത്തെത്തുമ്പോൾ തനിയെ വണ്ടി നിന്നുപോയി. മടവൂര് നിന്നു. 5 മിനിറ്റിന് ശേഷമേ വണ്ടി ചാട്ടായുള്ളൂ. ചാട്ടാക്കി വണ്ടിയുമായി മടവൂരിലേക്ക് നീങ്ങി. ആ മടവൂരി ഇന്നും എന്നും എപ്പോഴും എല്ലാ ടൈമിലും ഉസ്താദിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഉസ്താദിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം. അപ്പോ മരണപ്പെട്ട് ജനാസ ഇങ്ങനെ മടവൂരിലേക്ക് കൊണ്ടുപോവാണ്. മർക്കസിന്റെ മുന്നെത്തിയപ്പോ വണ്ടി നിന്നുപോയി. മർക്കസിന്റെ മുന്നെത്തിയപ്പോ വണ്ടി നിന്നുപോയി. 5 മിനിറ്റ് നിന്നു. പിന്നെയോ ചാട്ടായി. ആയിക്കോട്ടെ, സ്റ്റാർട്ടായാലും ഏതായിരുന്നാലും വണ്ടി പിന്നെ കൊണ്ട് 5 മിനിറ്റ് ശേഷം പോയി എന്നാണ്. അതിലൊരു രഹസ്യമുണ്ട്. എന്താ അവിടത്തെ മാത്രം 5 മിനിറ്റ് നിന്നുപോയത്? അവിടത്തെ എന്താ വണ്ടി 5 മിനിറ്റ് നിന്നുപോയത്? അതിൻ്റെ അകത്തെ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് മുജാരി പറഞ്ഞോട്ടെ. ആ ജനാസ സുബ്ഹിയുടെ ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മടവൂരിലേക്ക്. മർക്കസിന്റെ മുമ്പിൽ മറവ് ചെയ്യാൻ താല്പര്യമുണ്ട്. എബി ഉസ്താദിനുണ്ട്. മടവൂരിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അതിന്റെ മുമ്പിൽ മടവൂര് വന്ന് കിടന്നാൽ അവിടെ കിടക്കേണ്ടവന് സ്ഥാനം ഇല്ലാതെയായി പോകും. അതുകൊണ്ട് മാത്രമാണ് മടവൂര് അവിടെ കിടക്കാതെ പോയത്. അവിടെ ഒരാളെ കിടക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എന്താ ചെയ്യാ? അപ്പൊ ഉസ്താദ് മരിച്ചിട്ടില്ല. ഉസ്താദ് ദീർഘായുസ് കൊടുക്കട്ടെ. മാന്യസഹോദരികൾ മനസ്സിലാക്കണം. അപ്പൊ മടവൂര് വണ്ടി അവിടെ നിർത്തിയതിന്റെ കാര്യം അതാണെന്നാണ്. മൂപ്പർക്ക് ഇവിടെ കിടക്കണമെന്ന് പൂതിയുണ്ട്. പക്ഷെ ഇവിടെ കിടന്നാലോ, ഇവിടെ കിടക്കാൻ ആളുണ്ട്, അയാളുടെ വില കുറഞ്ഞു പോകും. അതുകൊണ്ട് അവിടെ നിന്ന് നോക്കി ഇവിടെ സ്ഥലം കൊള്ളാം, രണ്ടും പറ്റൂല. അതിന് മുമ്പ് വണ്ടി വിട്ടുപോയി. ഇതൊരു ഉസ്താദ് ജനങ്ങൾക്ക് വാത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നാട്ടിലെ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടുന്ന CD-യിലെ വാതാണ് ഈ കേക്കിടകൾ. അല്ലാതെ ഞാനും ഉണ്ടാക്കിക്കൊണ്ടൊന്നും സാധനമല്ല. ഇത് വാത് പറഞ്ഞു കൊടുക്കുക, ഇത് കേക്കാണ് എന്നാ. എന്തൊക്കെ ഇവിടെ സംഭവിക്കട്ടെ. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോവാണ്, പെട്ടെന്ന് വണ്ടി കേടാകുക. മൂപ്പര് പോയിട്ട് എൻ്റെ വയറ് പൊട്ടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട, ഇവിടെ കിടന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് രണ്ടാമത് തിരിച്ച് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ മതാണ്, ദീനാണെന്നാ. എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഏതെങ്കിലും ഒരു നാട്ടുപ്രമാണിയുടെ മരണമല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകനായ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നൽകി അനുഗ്രഹിച്ച വേറൊരു മനുഷ്യനും അല്ലാഹു ആ രൂപത്തിലുള്ള ആധിപത്യം നൽകിയിട്ടില്ലാത്തതിലേക്ക് ഭൗതിക ലോകത്ത് ഏറ്റവും വലിയ ആധിപത്യം നൽകി അനുഗ്രഹിച്ച മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത്ത്, സുലൈമാൻ നബി മരിച്ചു. എങ്ങനെ, എപ്പോഴാ മരിച്ചത്? ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അധികാര കസേരയിൽ നിന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കുത്തിപ്പിടിച്ച് ആ ജിന്നുകളോട് കൽപ്പന പുറപ്പെടുവിച്ച് ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടു പോയി. അവിടെ ഇരുന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം